ഫുക്രിയിലേക്ക് സ്വാഗതം. ലിയണൽ മെസ്സി വീണ്ടും ഒരിക്കൽ കൂടി പെനാൽറ്റി പാഴാക്കി. പെനാൽറ്റികളുടെ കാര്യത്തിൽ മെസ്സിക്ക് സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നേ ഇല്ല. ലോകകപ്പിൽ 2 പെനാൽറ്റി പാഴാക്കി. ഇപ്പോൾ ഇതാ MLS-ൽ നാഷ്വില്ലെ FC-ക്കെതിരായ മത്സരത്തിലാണ് മെസ്സി പെനാൽറ്റി പാഴാക്കിയത്. ഇൻ്റർ മയാമി തോറ്റ് തുന്നം പാടിയ മത്സരത്തിൽ, അങ്ങനെ തന്നെ പറയണം. കാരണം 1-നെതിരെ 4 ഗോളുകൾക്കാണ് നാഷ്വിൽ മയാമിയെ തകർത്തത്. ആ മത്സരത്തിലാണ്, പ്രധാനപ്പെട്ട നിർണായകമായ മത്സരത്തിലാണ് മെസ്സി പെനാൽറ്റി പാഴാക്കിയിരിക്കുന്നത്. മത്സരത്തിൽ ആദ്യം നാഷ്വിൽ FC ആണ് മുന്നിലെത്തിയത്. പിന്നീട് 23-ാമത്തെ മിനിറ്റിൽ, കളിയുടെ 23-ാമത്തെ മിനിറ്റിൽ ഇൻ്റർ മയാമിക്ക് കിട്ടിയ പെനാൽറ്റിയാണ് ലിയണൽ മെസ്സി പാഴാക്കിയത്. ഇങ്ങനെ ഒരു തരത്തിലും പിന്നെ ഇൻ്റർ മയാമിക്ക് ഗുണകരമല്ലാത്ത നിലയിൽ കാര്യങ്ങൾ പോയി. പിന്നീട് ഒരു ഗോൾ ഇൻ്റർ മയാമി തിരിച്ചടിച്ചെങ്കിലും ഇടവേളയ്ക്ക് 1-1 എന്ന നിലയിലാണ് കളി അവസാനിച്ചത്. പിന്നീട് രണ്ടാം പകുതിയിൽ 3 ഗോളുകൾ കൂടി നാഷ്വിൽ അടിച്ച് കയറ്റി കഴിഞ്ഞു. കാരണം ഇൻ്റർ മയാമി തീർത്തും മോശം കളിയായിരുന്നു നടത്തിയത്. ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത അത്രമാത്രം മോശം നിലവാരത്തിലുള്ള കളിയായിരുന്നു ഇൻ്റർ മയാമിയുടെ. നാഷ്വിൽ FC എല്ലാ അർത്ഥത്തിലും തകർത്ത് തരിപ്പണമാക്കി ഇൻ്റർ മയാമിയെ. ഇൻ്റർ മയാമി ഇത്രയും വലിയ തോൽവി, 1-നെതിരെ 4 ഗോളുകൾക്കൊക്കെ തോൽക്കുക, അതും നാഷ്വിൽ FC-ക്കെതിരെ ലിയണൽ മെസ്സി കളിച്ചൊരു മത്സരത്തിൽ. മെസ്സി ഒരു അടിച്ച ഗോളിന് അസിസ്റ്റ് ചെയ്തിരുന്നു, അതൊരു സത്യമാണ് ഇൻ്റർ മയാമിയുടെ. പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ല. മെസ്സിക്ക് കിട്ടിയ പെനാൽറ്റി പാഴാക്കി. ഇൻ്റർ മയാമി മൊത്തത്തിൽ, മെസ്സി മാത്രമല്ല ഇൻ്റർ മയാമി മൊത്തത്തിൽ വളരെ മോശമായ കളിയാണ് കളിച്ചത്. എന്തായാലും കളിയുടെ 17-ാമത്തെ മിനിറ്റിലാണ് അവർ ഇൻ്റർ മയാമിക്കെതിരെ നാഷ്വിൽ FC ആദ്യത്തെ ഗോളടിക്കുന്നത്. പിന്നീട് മുക്താർ നജാർ ആണ് 17-ാമത്തെ മിനിറ്റിൽ ഗോളടിക്കുന്ന നാഷ്വിൽ FC-ക്ക് വേണ്ടി. പിന്നീട് മുക്താർ 49-63 മിനിറ്റുകളിൽ ആയി ഇരട്ട ഗോൾ നേടുന്നു. ഒടുക്കം 56-ാമത്തെ മിനിറ്റിൽ സർറിഡ്ജ് പിന്നെ 4-ാമത്തെ ഗോളും നാഷ്വിൽ FC-ക്ക് വേണ്ടി നേടുന്നു. ഇതിനിടയിൽ 45 മിനിറ്റ് കഴിഞ്ഞ് ആദ്യ പകുതിയുടെ അവസാന സെക്കൻഡിൽ, ഇഞ്ചുറി ടൈമിൻ്റെ 3-ാമത്തെ മിനിറ്റിലാണ് ഇൻ്റർ മയാമിയുടെ സെഗോവിയ ഗോളടിക്കുന്നത്. എന്തായാലും നാഷ്വിൽ FC-ക്ക് വേണ്ടി നജാർ 1-ഉം മുക്താർ ഇരട്ട ഗോളും സർറിഡ്ജ് 1 ഗോളും നേടി. അങ്ങനെ അവർ 4 ഗോളടിച്ചു. ഇൻ്റർ മയാമിയുടെ സെഗോവിയയാണ് അവരുടെ ആശ്വാസ ഗോൾ നേടിയത്. എന്തായാലും ഇൻ്റർ മയാമി എല്ലാ അർത്ഥത്തിലും പൂർണ്ണ പരാജയമായിരുന്ന ഒരു മത്സരമാണ് കഴിഞ്ഞു പോയത്. ഒരു നിലയ്ക്കും ഈ നിലയിൽ ഇൻ്റർ മയാമിക്ക് മുന്നോട്ട് പോകാനാകില്ല. ഈ കളിയാണ് ഇൻ്റർ മയാമി കളിക്കുന്നതെങ്കിൽ തീർത്തും മോശം ഒരു സീസണാണ് അവരെ കാത്തിരിക്കുന്നത് എന്നതിൽ തർക്കമില്ല.